ഓടിക്കാതെ രണ്ടെണ്ണം തന്നിട്ട് പോടാ. നിക്കടാ അവിടെ. അങ്ങനെ ഇന്നത്തെ കളിയിലും വനജ തന്നെ ജയിച്ചു. അല്ലേലും കാലം കുറച്ചായില്ലേ വനജ ഈ ഓട്ടം തുടങ്ങിയിട്ട്. ജയിച്ചല്ലേ പറ്റൂ. പിന്നെ നിങ്ങൾ കരുതുന്നത് പോലെ ഈ കോഴിയെ ചട്ടിയിലാക്കാനോ മുട്ടയിടിയിക്കാനോ ഒന്നും അല്ലാട്ടോ കൊണ്ടുപോകുന്നത്. അതാ കോഴിക്കും അറിയാം. അതുകൊണ്ടാ അതിന്റെ മുഖത്ത് വലിയ പേടിയൊന്നും ഇല്ലാത്തത്. ഈ വീടിന്റെയും അതിലുപരി മലയാള സിനിമയുടെയും ഭാവി ദേ ഈ കോഴിയുടെ ചന്തിയിലാണെന്നാ സോമൻ മുക്കാട്ടുകര പറയുന്നത്. ഇനി ഈ കുന്തമില്ലാത്ത കഥ വരാതിരിക്കണ്ട അങ്ങേർക്ക്. ദേ ഇതിനു വേണ്ടിയാ വനജ കോഴിയുടെ പുറകെ ഈ ഓട്ടം മൊത്തം ഓടിയത്. വരും കാലങ്ങളിൽ മലയാള സിനിമയ്ക്ക് ശക്തമായ കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ള സോമന്റെ ആയുധങ്ങൾ പല്ലുകുത്തി ചെവികൾ. റെഡി സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. കട്ട്. ഞാനൊന്നല്ല സാറാണ് പറഞ്ഞത്. എന്താ സാറേ ഞാൻ പറഞ്ഞില്ല നിനക്കേറി പറയാനല്ല. അതൊന്നും നടക്കത്തില്ല ഇവിടെ. എന്തിനായിരിക്കണം സാർ എനിക്ക് പോടോ. കുറച്ചുകൂടെ കഴിഞ്ഞ് കട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ഈ ക്യാമറമാനെ എനിക്ക് എന്തായാലും വേണ്ട. സോമൻ പണി തുടങ്ങി. ഇനി കുറച്ച് കഥാപാത്രങ്ങൾ പുറത്ത് ചാടും. ചായ എടി വനജേ, കഥയുടെ തുടക്കം കിട്ടി. ഉഗ്രനാ. അത് ഞാൻ പറയട്ടെ. തിരക്കേറിയ പാലത്തിലൂടെ ഓടി വരുന്ന നായിക ചുറ്റും നോക്കി, ആരെയും കാണുന്നില്ല. പാലത്തിൽ നിന്നും നായിക താഴേക്ക് നോക്കുന്നു. ഭയങ്കര താഴ്ച. ഭയവിഹ്വലതയോടെ നായിക ആഞ്ഞു വീശുന്ന തിരമാലകൾ. കൂടുതലൊന്നും ചിന്തിക്കാതെ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്ന നായിക. ഇപ്പിട്ടെന്റെ സിനിമ തുടങ്ങും. എങ്ങനെയുണ്ട്? ഇതിൽ ഞാൻ രക്ഷപ്പെടില്ലേ? രക്ഷപ്പെടും. പക്ഷെ നിങ്ങളോടത്ത് പുഴയ്ക്ക് ചാടണം. അപ്പൊ ഞങ്ങൾ രക്ഷപ്പെടും. പറഞ്ഞില്ലെന്ന് വേണ്ട. കേൾക്കണതാ നായിക പുഴയുടെ വക്കത്ത് നിക്കണത്. ഇതുവരെ ചാടിച്ചിട്ടില്ല. ഒരു തിരക്കഥാകൃത്ത് വന്നേക്കണം. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഭഗവാൻ ഈ മോളാണ് എന്റെ തലേ വന്ന് കുടുങ്ങിയത്. பழைய பாட்டு சாமான் ஏதோ வச்சிருக்கானே, அதாவது இருந்தா கொடுங்க. பாருங்கண்ணே. ഇവിടെ ഒന്നും ഇല്ലടാ. பாருங்கண்ணே. ഇല്ല പോയടാ. எந்த மாதிரி பேப்பர் இருந்தாலும் கொடுங்க. എന്താടാ തിരക്കഥ വെച്ചിരിക്കാ? പോടാ. பாரு பாரு நல்ல விலை கொடுக்குறேனே. ഇവനെ ഞാൻ ഇന്നും തിരക്കഥയാ? அப்படியா? കൊന്നാലോ ഇവനെ. അരുത് സോമ, അരുത്. ഇതുപോലുള്ള ഒരവഹേളനത്തിന് നീ തളരരുത്. ഇനിയും ഉണ്ടാവും. മലയാള സിനിമയുടെ നാളത്തെ വാഗ്ദാനമല്ലേ നീ. പല മഹാന്മാരും ഇങ്ങനെ തന്നെയാ വന്നത്. സിനിമാക്കാരന് വേണ്ടത് തൊലിക്കട്ടിയാണ് സോമ, തൊലിക്കട്ടി. അതുകൊണ്ട് നീ ഇരുന്ന് പല്ലുകുത്ത് സോമ. ഇതാണ് സോമന്റെ തൂലികയിൽ പിറന്ന ഒരേ ഒരു സൃഷ്ടി. നല്ല മുട്ടായി പോലത്തെ കുട്ടായി.
അമ്മേ ചായ താ. ദേ ഇരിക്കണ എടുത്തു കൂടി. ഇന്നും കിട്ടണ ഉണ്ടായിരുന്ന പാലേ ദേ ആ സിനിമാക്കാരൻ എടുത്തു കുടിച്ചു. ഇതന്നെ കിട്ടിയതാ വയസ്സായ മനുഷ്യൻ പണിക്ക് പോണോണ്ടാ. വേണേ കുടിച്ചാ മതി. അതിനെ തന്തമാര് വല്ല പണിക്കും പോണം. പിന്നെ സച്ചിൻ ഭാവിയിലൊരു സച്ചിനാ ഞാൻ. നിന്റെ അച്ഛനാടാ ഞാൻ. വിശ്വാസം അതല്ലേ അല്ല. എന്താടാ കുട്ടായി, എന്ത് പറ്റിടാ? ഇതിലും വലുത് എന്ത് പറ്റാനാ അപ്പൂപ്പ? എന്താ ഉണ്ടായേ? ഒന്നുമില്ല. എന്താ ഇവര് പറയണേ? ശരിയാണല്ലോ പറഞ്ഞത്. ഇതിലും വലുത് എനിക്ക് എന്ത് പറ്റാനാ? ഓ, ഏത് സമയത്താണ് എനിക്ക് അന്ന് ലീവിന് വരാൻ തോന്നിയത്? അച്ഛാ നാന വാങ്ങിയില്ലേ? നാനല്ലടാ, നിനക്കൊരു ആന വാങ്ങി തരാം. ഏറ്റവും വലിയ പണിക്ക് പോടാ. തന്നെ പല്ലും കുത്തി ചവിട്ടി വെച്ച് കൊടുക്കണം. അച്ഛന് ചായ എടുക്കട്ടെ? വേണ്ട മോളെ, നീ ഇതുകൂടി അവനെ മുഴുകി കൊടുക്ക്. ഞാനൊന്ന് കിടക്കട്ടെ. തുരുമ്പ് പിടിച്ചൊരു തന്തയും തുരുമ്പ് പിടിച്ചൊരു സൈക്കിളും. ആ ആക്കിരിക്കാരൻ പോയോ? പോയി. ഇപ്പൊ ശരിയാക്കി തരാം. ഇതിനി ഇവിടെ വേണ്ട. ഇവനെന്റെ കഞ്ഞൂടി കുട്ടിക്കല്ലോ ഒരു ബഡ്സ് വാങ്ങാൻ കാശില്ലാത്ത തെണ്ടി. എടി വനജേ, ചേച്ചി പരിപ്പുണ്ടോടി ഇത്തിരി എടുക്കാൻ? അയ്യോ, അടുക്കള സാധനങ്ങൾ തീർന്നിട്ട് തന്നെ ഒരാഴ്ചയായി ചേച്ചി. ഓ അതെ, നീ ഇന്ന് കുടുംബശ്രീക്ക് വരുന്നില്ലേടി? നോക്കട്ടെ. ദേ നോക്കിയാലും ശരി ഇല്ലേലും ശരി, എനിക്ക് തരാനുള്ള 12 രൂപ 50 പൈസ പലിശ അടക്കം ഇന്ന് തന്നേക്കണം. തരാൻ ചേച്ചി. 12, 9 പിന്നെ GST തരാം തൊള്ളക്ക്. അങ്ങനെ വിട്ടാ പറ്റത്തില്ല. എടി വനജേ, നിന്റെ കെട്ടിയ നീ ഫുൾ കെ ഷർട്ട് ഒന്നും ഇടൂലേ? അതിന്റെ കൈയൊക്കെ മടക്കണ്ടേ? അതൊരു വലിയ പണിയല്ലേ. എന്റെ ഭർത്താവിനെ പണിയെടുക്കാൻ വയ്യ. അപ്പോ അല്ല വനജേ, അപ്പൊ ഈ കുട്ടായിയുടെ അച്ഛൻ എടുത്ത് ചെല്ല്. അധികം കാട് കയറാൻ നിൽക്കണ്ട. ചെല്ലു ചെല്ല്. ഓ ഒരു പുണ്യാളത്തി വന്നേക്കുന്നു. വെറുതെ അല്ല കെട്ടിയൻ ചെവിയും തോണ്ടി ഇവിടെ ഇരിക്കണേ. എന്താ വിളിക്കണത്? കേരളാവി പോയി നോക്കാം.
traffic PS calling. Ground point. Over. Hello, traffic PS. Calling. Over. Hello, school ground. കേൾക്കുന്നുണ്ടോ? Ground point. Over. Hello, PS calling. Hello. കേൾക്കുന്നുണ്ടോ? Hello. Over. Hello, point. Ground point. Sir, കേൾക്കുന്നുണ്ടോ? Hello. Hello, traffic PS calling. ഒരു രൂപ നോട്ട് കൊടുത്താൽ 1,00,000 കൂടെ പോരും. ഇത് മതി. Control room calling. എന്താടാ? എന്ത് അച്ഛനെങ്ങനെ ഇത് കേട്ട് കാണും? ഏയ്, 1 രൂപ നോട്ട് കൊടുത്താൽ Hello, control room. Control room calling PS. Traffic. Over. മുക്കട്ടൊരു പോയിന്റ് സാർ. എടോ സ്കൂൾ ഗ്രൗണ്ട് പോയിന്റിൽ ആരാ ഡ്യൂട്ടിക്ക് അറിയാവോ തനിക്ക്? ശശിമോനായിരുന്നു സാർ. എടോ അവരെ കിട്ടിയ ട്രാഫിക് PS ഉടൻ ബന്ധപ്പെടാൻ പറയണം. ശരി സാർ. ശരി. ഓവർ. എന്താടാ വാലിച്ചിട്ടൊരു പരിപാടി? ഒന്നുമില്ല. മേശപ്പുറത്ത് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, വേണേ വന്ന് കഴിക്ക്. ഞാൻ കുടുംബശ്രീ മീറ്റിങ്ങിന് പോവാ. തൊന്തയിടാതെ കള്ളലക്ഷണം. നീ ഒന്നും പോടാ. ചേട്ടാ നമസ്കാരം. മുന്തിരി എന്താ വില? എന്റെ അമ്മോ, നമ്മളും ഇതൊക്കെ വാങ്ങൂലേ. എങ്ങനെയുണ്ടോ? അപ്പൂപ്പാ. എന്താടാ കുട്ടായി? ദേ എനിക്കൊരു സാധനം റോട്ടിന്ന് കളഞ്ഞു കിട്ടി. അതവിടെ കൊണ്ടായി വെക്കേ. അപ്പൂപ്പനിപ്പോ അവിടെ എങ്ങും പോകുന്നില്ല. പിന്നെ നോക്കാം. അമ്മേ, അമ്മേനെ കൊണ്ട് ആസ്ത്രീ പോയിരുന്നു. ആണോ? കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേ. ആ വനജേ, ആ നീ തുടങ്ങിക്കോടി. ചേട്ടൻ തന്നെ തുടങ്ങ്. ഓ, എന്നാ ഞാൻ തന്നെ തുടങ്ങും. അല്ല, ഗിരിജി എന്തിയടി? ഓ, ഗിരിജയുടെ ഭർത്താവ് ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവള് വരാത്തെ. അതിനിപ്പോ അവളെന്തിനാ അവിടെ ഇരിക്കണേ? അതെന്നാ ചേട്ടത്തി, ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നാ പിന്നെ അവക്ക് പണി ഉണ്ടാവില്ലേ? അതല്ലടി, അയാളുടെ വയറാണെങ്കിൽ ഇതേ ഇത്ര പോരാത്തതിന് ഷുഗർ. ചേട്ടത്തിയുടെ ഒരു കാര്യം. ജംഗ്ഷൻ പോയിന്റ് കോളിംഗ് സാർ. ഓക്കെ, കൺട്രോൾ റൂം ഓക്കെ. സാർ, മുക്കട്ട ജംഗ്ഷനിൽ ഒരു ആക്സിഡന്റ് നടന്നു സാർ. ആരാ എന്താന്ന് വല്ല വിവരമുണ്ടോ? ആളെ മനസ്സിലായില്ല സാർ, ബോധമില്ല. ഒരു ചുവന്ന ഷർട്ടും വെളുത്തമുണ്ടാണ് സാർ വേഷം. കയ്യിൽ കുറച്ച് വൈറ്റ് പേപ്പർ ചുറ്റി പിടിച്ചിട്ടുണ്ട് സാർ. എടോ, ആ പേപ്പർ അങ്ങനെ തപ്പിയെടുത്ത് നോക്ക്, അതിനകത്ത് വല്ല അഡ്രസ് കാണോ നോക്ക്. അത് നോക്കി സാർ, അതിലൊന്നുമില്ല, അതിൽ കുറച്ച് മണ്ടത്തരങ്ങൾ മാത്രം. നിങ്ങൾ ഉടനെ തന്നെ ആക്സിഡന്റ് പറ്റിയ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? ഏത് ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നു പറയാമോ? അത് സാർ മെഡിക്കൽ കോളേജിലേക്ക് ആയിരിക്കും സാർ. മുക്കട്ട ജംഗ്ഷനിൽ മറ്റൊരു ഡ്യൂട്ടിക്ക് പോലീസ് നിങ്ങൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ. ശരി സാർ, ഓവർ. പൊന്നു മോനെ, അച്ഛനെ പോലെ നീയും എന്നെ ശല്യം ചെയ്യല്ലേ. രാത്രി പോയി ജോലി ചെയ്യാനുള്ളടാ എനിക്ക്. അതുവരെ ഒന്ന് ഉറങ്ങാനെങ്കിലും നീ എന്നെ അനുവദിക്കടാ. എന്റെ മക്കളെ ചെല്ലി. ഓ,
കഴിഞ്ഞ ആഴ്ചത്തെ കാശ് വെച്ചതല്ലേ? അതെ, 4 പേരും കൂടി ഇനി പൈസ വെക്കാനുണ്ട്. ഇപ്പൊ എത്ര ബാലൻസ് ഉണ്ട്? മീറ്റിംഗിലാണല്ലോ. ആണോ? ഞാൻ ഇപ്പൊ എത്തും. ഇരിക്ക്. അതെ ആന്റി, എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോണം. പോയിട്ടോ ചെല്ലു. ബൈ 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 ബൈ. ഒന്ന് നോക്കിയേ, ഒരു ഗൾഫുകാരന്റെ വീട്ടിലുള്ളത് കൂടുതൽ സാധനങ്ങൾ അവളുടെ വീട്ടിലുണ്ട്. ആര് കൊടുക്കണതാണോ? എന്താടാ? നീ കാര്യം പറ. ചെല്ലു വനജേ. നീ ഇങ്ങോട്ട് വന്നേ. എന്താടാ? നമ്മുടെ അച്ഛൻ ആക്സിഡന്റ് ആയി. ഒന്ന് പോടാ ചെക്കവന്ന്, വേണ്ടത്രയും പറയാതെ. സത്യമായിട്ടായി. നിന്നോട് ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞേന്ന്? നീ ചൂടാകല്ലേ, അവൻ പറയട്ടെ. നിക്കെടുത്തി. നിന്നോട് ആരാ പറഞ്ഞ കൊച്ചേ? പറയും മോനെ. ആരും പറഞ്ഞല്ലോ അമ്മേ, എനിക്ക് തോന്നിയതാ. പോടാ വീട്ടില്. ചെക്കന്റെ ഓരോ തോന്നല്. ജീവനങ്ങ് പോയി. ദൈവമേ, ഇതെന്താ നിന്റെ വീട്ടിലേക്ക് വന്നു? എനിക്കറിയില്ല. ഇതെന്താ പറ്റിയത്? ആരും പറഞ്ഞല്ലോ അമ്മേ, എനിക്ക് തോന്നിയതാ. സത്യം, നീ വേഗം മനജയുടെ വീട്ടിലോട്ട് വാ. ഇവിടെ കുറെ ആൾക്കാരുണ്ട്. എടി, നീ ആ രാധയോടൊന്ന് പറഞ്ഞാലേ അവരുടെ കുടുംബത്തിൽ നിന്ന് പറയാൻ. ശരി ശരി. നമ്മുടെ കുട്ടായിക്ക് ദൈവവിളി ഉണ്ടായിരുന്നു. കുടിച്ചോ. നിന്റെ ഒരു യോഗം.
ക്ഷീണമാക. അങ്ങനെ കുട്ടായി ഈ നാട്ടിലെ ആരായി, നമ്മുടെ കുട്ടായി ഈ നാട്ടിൽ കോടായി. അങ്ങനെ കുട്ടായി ഈ നാട്ടിലെ ആരായി, നമ്മുടെ കുട്ടായി ഈ നാട്ടിലെ കോടായി. ഇത് നാട്ടിൽ പാട്ടായി, ആ വീട്ടിൽ കാശായി. അങ്ങനെ കുട്ടായി ഈ നാട്ടിൽ സ്റ്റാറായി. നമ്മുടെ കുട്ടായി ഈ നാട്ടിലെ ആരായി, അങ്ങനെ കുട്ടായി ഈ നാട്ടിൽ സ്റ്റാറായി. കഷ്ടപ്പാടും മാറ്റും ഒരു ജോലി ലഭിക്കാനും നല്ല ഉണ്ണി പിറക്കാനായി കുട്ടിസാമി. അവിടംബലമുണ്ടായി അർച്ചന പതിവായി, പിടിപടിപാടുകളായി ഉത്സവനാളുകളായി. മോനെ, എന്തുറക്കമായത്? സമയം എന്തായിന്നാ വിചാരം? ഇന്ന് എൻ്റെ ജീവിതത്തിലെ സുപ്രധാന ദിവസമാണ്. ഇന്നത്തെ വിധി പറച്ചിലനുസരിച്ചാണ് ഇനിയുള്ള എൻ്റെ ജീവിതം. ആദ്യമായി അമ്മയുടെ അനുഗ്രഹം വാങ്ങി ഒരു നല്ല കാര്യത്തിന് ഞാൻ ഇറങ്ങുകയാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ കാണും അവരെ സ്വാധീനിച്ചതോ വഴി നടത്തിയതോ വഴിതെറ്റിച്ചതോ ആയ ആരെങ്കിലും. എനിക്കുമുണ്ട് അങ്ങനെ ഒരാൾ, ദിവാകരേട്ടൻ. ദിവാകരേട്ടൻ ഗുണ്ടയാണ്. എന്ത് ചെയ്യാനും മടിക്കാത്ത പ്രകൃതം. ഈ ഗ്രാമത്തിലെ എല്ലാവർക്കും ഇയാളെ പേടിയാണ്. എനിക്കും. രാത്രിയായാൽ ദിവാകരേട്ടനും ശിങ്കിടികളും വരമ്പത്തെ ഷാപ്പിൽ ഒന്നിച്ചു കൂടും. ഇരിക്കടാ. ആ ഇന്ന് നേരത്തെ ആണല്ലോ.
കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും 2 എണ്ണം വിട്ടാൽ ദിവാകരേട്ടന് യേശുദാസാവും. ആ സ്വരമാധുരി ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടു. ആ പാട്ടങ്ങനെ കായലിലൂടെ അടുത്തുള്ള വീടുകളിലേക്കെത്തും. ആ നാട്ടുകാർ ദിവസവും ദിവാകരേട്ടൻ്റെ പാട്ട് കേട്ടാണ് ഉറങ്ങുന്നത്. ഈ ഞാനും. ദിവാകരേട്ടനെ പറ്റി പറയുമ്പോൾ കൂടെയുള്ള മറ്റൊരാളെ കൂടി പറയേണ്ടതുണ്ട്. ദിവാകരേട്ടൻ്റെ മകൾ ദിവ്യ. ദിവ്യയ്ക്ക് അച്ഛനും അമ്മയുമായിട്ട് ദിവാകരേട്ടൻ മാത്രം. ദിവ്യ സുന്ദരിയാണ്. സുമേഷിനും തോമാച്ചായനും ഉണ്ണിക്കും എന്ന് വേണ്ട, നാട്ടിലെ സകല പയ്യന്മാരുടെയും ചങ്കടിപ്പാണ് ദിവ്യ. എല്ലാവർക്കും അവളോട് പ്രണയമാണ്, എനിക്കും. പക്ഷെ ദിവാകരേട്ടനെ പിടിച്ച് ആരും ദിവ്യയോട് പ്രണയാഭ്യർത്ഥന നടത്താൻ ഇതുവരെ തുനിഞ്ഞിട്ടില്ല. ഒളിഞ്ഞു മാത്രമേ കാമുകന്മാർ ദിവ്യയെ നോക്കിയിട്ടുള്ളൂ. ഈ ഞാനും. ഒരിക്കൽ പാൽ സൊസൈറ്റിയിൽ ദിവ്യ പെട്ടെന്ന് എന്നെ തിരിഞ്ഞു നോക്കി. പരീക്ഷയ്ക്ക് അടുത്തിരിക്കുന്ന ആളിന്റെ പേപ്പർ കോപ്പി അടിക്കുമ്പോൾ ടീച്ചർ അറിയാതെ നോട്ടം മാറ്റുന്ന എനിക്ക് അന്ന് എൻ്റെ കണ്ണുകളെ വഞ്ചിക്കാൻ കഴിഞ്ഞില്ല. അന്ന് ആദ്യമായി ആ കണ്ണുകൾ അവളുടെ സമ്മതത്തോടെ ഞാൻ കണ്ടു. ഇനി ഈ കഥയിലെ നായകനെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ. വില്ലനും നായികയും വന്നു. ദിവ്യയ്ക്ക് വേണ്ടി ഉണ്ണി സൈക്കിൾ ചവിട്ടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. പാവം, അങ്ങേരുടെ ആത്മാർത്ഥത കാണുമ്പോൾ എൻ്റെ ഉള്ളിലെ കാമുകൻ ഒന്ന് ചെറുതാവും. ദിവാകരേട്ടൻ അക്കരക്കടവിൽ പണിക്ക് പോയൊരു ദിവസം ഞങ്ങൾ വരമ്പത്തെ ഷാപ്പിൽ കൂടി. ഉണ്ണിയുടെ ചെലവിൽ ഞങ്ങൾ മദ്യപിച്ചു. കുപ്പികൾ കുറേ ആയി. അന്ന് ഉണ്ണി തൻ്റെ പ്രണയം പുറത്തു പറഞ്ഞു. അളിമാരെ, നിങ്ങൾക്കറിയാലോ, ഞാനും ദിവ്യ ഒരുമിച്ച് വളർന്നവരാണ്. ഒരുമിച്ച് വളർന്നോ? ഞങ്ങളൊരു പ്രായമാണല്ലോ, അപ്പോൾ ഒരുമിച്ച് വളരാമല്ലോ. നീ കാര്യം പറ. അതെ, എനിക്ക് ദിവ്യ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഇപ്പൊ നീ മാത്രം ഇഷ്ടപ്പെട്ടാ മതിയോ? അവക്ക് തന്നെ ഇഷ്ടമായിരിക്കും. അതല്ലടാ പൊട്ടാ, ഞങ്ങളുടെ ഒന്നും ഇഷ്ടത്തിനൊരു വിലയില്ലേ? എനിക്കും ഇഷ്ടാടാ ദിവ്യേ. എനിക്കും. അളിയന്മാരെ, ദിവ്യക്ക് നമ്മൾ ആരെയായിരിക്കും ഇഷ്ടം? അതിനിപ്പം നമ്മുടെ ഇഷ്ടമൊക്കെ അറിയാമോടാ. അതിന് ദിവാകരേട്ടനെ പേടിച്ച് ആർക്കെങ്കിലും അവളുടെ മുമ്പിൽ പോകാൻ ധൈര്യം ഉണ്ടോടാ? ഞാൻ പോവും, ഞാൻ പറയുകയും ചെയ്യും, ഉണ്ണി ലവ്സ് യു. എങ്കിൽ നിന്റെ ചങ്കുറ്റത്തോളം വരില്ലടാ ഞങ്ങളുടെ പ്രണയം. കോട്ടാളിയാ കൈ. അങ്ങനെ ഒരുത്തന്റെ ശല്യം കൊടുത്തു. പിറ്റേ ദിവസം ഉണ്ണി പതിവിന് വിപരീതമായി ദിവ്യയും കൂട്ടുകാരികളും വീട്ടിലേക്ക് പോകുന്ന വിജനമായൊരു വഴിയിൽ കാത്തുനിന്നു. ഇവിടെ വെച്ച് പറയാം, ഞാൻ ഉണ്ണി ദിവ്യയെ സ്നേഹിക്കുന്നു. ഞാൻ ഉണ്ണി ദിവ്യയെ സ്നേഹിക്കുന്നു. ഐ ലവ് ദിവ്യ. ഐ ലവ് യു ദിവ്യ ഉണ്ണി. ദിവ്യ ഉണ്ണി.
ഞാൻ ഉണ്ണി ദിവ്യയെ സ്നേഹിക്കുന്നു. അത് ഞാൻ ഉണ്ണി ദിവ്യയെ സ്നേഹിക്കും. ഓക്കെ. അല്പം മാറി ഞങ്ങളും മറഞ്ഞു നിന്നു. ദിവ്യയുടെ മറുപടി എന്താണെന്നറിയാൻ ഉണ്ണിയേക്കാൾ ഞങ്ങൾക്കായിരുന്നു തിടുക്കം. ദിവ്യേ, ഉണ്ണി, ഞാൻ ഉണ്ണി. ഐ ലവ് യു ദിവ്യ. അക്കരെ പണി കഴിഞ്ഞ് കടവത്ത് ദിവാരേട്ടൻ വന്ന പാടെ വിവരം പുള്ളിയുടെ ചെവിയിലെത്തി. അവസാനം ഉണ്ണി എന്റെ വീടിന്റെ മുറ്റത്തെത്തി. പുറകെ ദിവാകരേട്ടന്. ഇതുവരെ ഒരു പോലീസും അറസ്റ്റ് ചെയ്യാത്ത ദിവാകരേട്ടന് അന്ന് കാർഡിയാക് അറസ്റ്റായി. നാടും നാട്ടുകാരും നിശ്ചലമായി. ഉണ്ണിയെ പിന്നെ ആരും ആ നാട്ടിൽ കണ്ടില്ല. ശേഷക്രിയകളൊക്കെ കഴിഞ്ഞ് ബന്ധുക്കൾ പോയി തുടങ്ങി. അവസാനം അമ്മാവനും അമ്മായിയും ദിവ്യയും മാത്രമായി. ഇന്ന് അവരും പോവും. ഇന്നാണ് ഞാൻ മുൻപ് പറഞ്ഞ ആ സുപ്രധാന ദിവസം. ഈ കഥയിൽ എൻ്റെ റോൾ എവിടെയെന്ന് തീരുമാനിക്കുന്ന ദിവസം. അമ്മാവ, എനിക്ക് ദിവ്യ ഇഷ്ടമാണ്. എൻ്റെ അമ്മയ്ക്കും. ഞാൻ കൊണ്ടുപോയിക്കോട്ടെ? അഴകായരികിൽ നിറയും നറുവെണ്ണിലവേ മിഴിയിൽ നിൻ
അധരങ്ങളിൽ പൊഴിയും വാക്കുകളിൽ കരിമഷി എഴുതിയ മിഴികളിൽ കണ്ടു പറയാ പ്രണയകഥ അഴകായരികിൽ നിറയും നറുവെണ്ണ